നോമ്പ് ചിന്ത 23-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. അനുതാപം അനവസരത്തിലോ. എല്ലാത്തിനും ഒരു അവസരമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. ആകാശത്തിനു കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 1-ാം വാക്യം. ഈ വചനത്തിൻ്റെ ചുവട് പിടിച്ച് വായിച്ചാൽ അനുദപിക്കാനും ഒരവസരമുണ്ടെന്ന് കാണാം. ചിലർ ഇത് നഷ്ടപ്പെടുത്തി കളയും. അങ്ങനെ നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ ഏശാവിനെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു: പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ഹെബ്രായർ 12:17. അനുദപിക്കാൻ ദൈവം തന്ന അവസരമാണ് നോമ്പുകാലവും. അനവസരത്തിൽ അനുദപിച്ചാൽ ചിലപ്പോൾ അനുതാപം സ്വീകരിക്കപ്പെട്ടില്ലെന്ന് വരാം. അതുകൊണ്ട് അവിടുന്ന് അരുളി ചെയ്യുന്നു: സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. 2 Korinthos 6:2. അതായത് അനുദപിക്കാനുള്ള അവസരം എന്നത് ദൈവം നൽകുന്ന അവസരമാണ്. അത് കൈമോശം വന്നാൽ പിന്നീട് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അനവസരത്തിൽ അനുദപിച്ചിട്ട് വലിയ ഫലമൊന്നും ഇല്ലെന്നുള്ള സൂചന ബൈബിൾ നൽകുന്നുണ്ട്. മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്. അവനില്ലാത്തവരുമായി പങ്കുവെക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. എഫേസോസ് 4:28. രക്ഷയുടെ ദിവസം അനുതാപത്തിലേക്ക് വന്നാൽ പിന്നീട് താൻ ചെയ്തിരുന്ന പഴയ തിന്മകൾ ആവർത്തിക്കരുതെന്ന് ഈ വചനം മുന്നറിയിപ്പ് നൽകുന്നു. വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയാൽ അതിന് ദൈവ തിരുസന്നിധിയിൽ മാപ്പ് ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അതുപോലെ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ അനുതാപം സ്വീകാര്യമല്ലാതായിട്ട് മാറും. ദൈവം അത് വ്യക്തമാക്കുന്നു വെളിപാട് 22:11. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, അവൻ ഇനിയും അനുദപിച്ചിട്ട് കാര്യമില്ലെന്ന സൂചനയാണത്. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. അനുതാപത്തിന് ദൈവം അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞു. അനവസരത്തിലുള്ള അനുതാപമാണ് പലരുടെയും പ്രശ്നം. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാവക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വെളിപാട് 22:11. അപ്പോൾ നോമ്പുകാലത്തെ ഗൗരവത്തോടെ സമീപിക്കണം. ഇത് അനുതാപത്തിൻ്റെ അവസരമാണ്. രോഗങ്ങൾ വരുമ്പോഴോ അപകടങ്ങൾ വന്ന് കിടപ്പിലാകുമ്പോഴോ തകർച്ചയിലോ ഒക്കെയായിരിക്കും പലരുടെയും അനുതാപം. രോഗങ്ങൾ നൽകുന്ന അനുതാപം, ആയുസ് തീരാറായി എന്ന വിഹ്വലതയിൽ നിന്നുള്ള അനുതാപം, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടുള്ള അനുതാപം, ഇവയല്ലാതെ കർത്താവിൻ്റെ വചനം കേട്ട് അതിലൂടെ വന്ന അനുതാപം നിന്നെ കൂടുതൽ നല്ല മനുഷ്യനാക്കാൻ സഹായിക്കുമെന്ന് വചനം പറയുന്നു.